കേരളം ഒരു ചുരുങ്ങിയ ഭൂവിഭാഗമാണ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ. മഴയുടെ നാട്, നദികളുടെ നാട്, തെങ്ങിൻ തോപ്പുകൾ, നെൽപ്പാടങ്ങൾ, ഒരിക്കൽ ലോകത്തെ ആകർഷിച്ച മസാലകൾ. ഇന്ന് കേരളം മറ്റൊന്നിനാൽ അറിയപ്പെടുന്നു. വിദ്യാഭ്യാസം, ലോകമൊട്ടാകെയുള്ള പ്രവാസം, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ, അധ്യാപകർ ലോകത്തിലെ പല ഭാഗങ്ങളിലും സേവനം ചെയ്യുന്നു. നമ്മൾ മനുഷ്യ മൂലധനം ഹ്യൂമൻ ക്യാപിറ്റൽ നിർമ്മിച്ചു. എന്നാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ വലിയൊരു ഭാഗം പുറത്തുനിന്ന് ആശ്രയിക്കുന്നു. ഈ ആശങ്ക ഒരു മുൻ കൃഷിമന്ത്രി എന്നോട് നേരിട്ട് പങ്കുവച്ചതാണ്. പിന്നീട് അതേ കാര്യങ്ങൾ അദ്ദേഹം പൊതുവേദിയിലും പങ്കുവച്ചു. അദ്ദേഹം 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3 കൺസേൺസ് ഉന്നയിച്ചു. കൃഷി ലാഭകരമാണോ? അല്ല. അത് ഒരു അഭിലാഷകരമായ തൊഴിലാണോ? അല്ല. നമ്മൾ രാസവസ്തുക്കളിൽ ആശ്രിതരാകുന്നു ആണോ? ഇത് ശാന്തമായി പരിശോധിക്കണം. ആദ്യം ലാഭകരത ഓർ പ്രോഫിറ്റബിലിറ്റി. ഒരു കർഷകൻ മാസങ്ങളോളം ഒരു വിള വളർത്തുന്നു. ഭൂമിയും പരിശ്രമവും അപകട സാധ്യതയും നിക്ഷേപിക്കുന്നു. എന്നാൽ ഉൽപ്പന്നം വിപണിയിലെത്തുമ്പോൾ അതിൻ്റെ മൂല്യത്തിൻ്റെ വലിയൊരു പങ്ക് മൂല്യ ശൃംഖലയുടെ മറ്റ് ഘട്ടങ്ങളിലേക്ക് മാറുന്നു. അതായത് മിഡിൽ മാൻ. അപകട സാധ്യത കർഷകൻ്റേതാണ്. എന്നാൽ പ്രതിഫലം സമമായി പങ്കിട്ടില്ലെങ്കിൽ കൃഷി ലാഭകരമല്ലെന്ന് തോന്നലുണ്ടാവും. പ്രശ്നം മണ്ണല്ല, വിലയല്ല. പ്രശ്നം ഇതിൻ്റെ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഗ്ലാമർ. യുവാക്കൾ കൃഷിയെ സംസ്കാരത്തിൻ്റെ പേരിൽ ഒഴിവാക്കുന്നില്ല. അവർ ഒഴിവാക്കുന്നത് അനിശ്ചിതത്വമാണ്. അൺസർട്ടനിറ്റി ഫോർ ഈൽഡ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. കൃഷി സ്ഥിരതയുള്ള വരുമാനം നൽകുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഭ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാമർ തിരിച്ചെത്തും. ആ ഗ്ലാമർ വരുമാനത്തെ പിന്തുടരും. വരുമാനം ഗ്ലാമറിനെ നിർണ്ണയിക്കും. മൂന്നാമത്തേത് രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ്. പുറം രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എളുപ്പമാണ്. പക്ഷേ ആധുനിക കാർഷിക ഇൻപുട്ടുകൾ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഫംഗിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അതിൻ്റെ ഗവേഷണവും നിയന്ത്രണവും ശാസ്ത്രീയ പരിശോധനയിൽ കൂടി കടന്നുപോയി വന്നവതാണ്. പ്രധാന വെല്ലുവിളി അവയുടെ ശരിയായ പ്രയോഗത്തിലാണ്. ചെറുകിട കർഷകർക്ക് ശക്തമായ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനും പിന്തുണ എപ്പോഴും ലഭിക്കുന്നില്ല. തുടർച്ചയായ പരിശീലനവും മാർഗനിർദ്ദേശവും ഇല്ലെങ്കിൽ തെറ്റായ ഉപയോഗം സംഭവിക്കും, പരിമിതികളുടെ കാരണത്താൽ. ഇവിടെയും പ്രശ്നം കുറ്റപ്പെടുത്തലല്ല, സിസ്റ്റം രൂപകൽപ്പനയാണ്, സിസ്റ്റം ഡിസൈൻ. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കേരളം വലിയ മാറ്റം സൃഷ്ടിച്ചു. അതുപോലെ കൃഷിയിലും നമുക്ക് മാറ്റം സൃഷ്ടിക്കാനാവില്ലേ? കർഷക സംഘടനകൾ ശക്തമാക്കണം. വിപണിയിലേക്കുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. ശാസ്ത്രീയ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ ശക്തമാക്കണം. അതിലും പ്രധാനമായി പുനരുജ്ജീവാത്മക മണ്ണ് പരിപാലനത്തിൽ നിക്ഷേപം നടത്തണം. അതായത് റീജനറേറ്റീവ് സോയിൽ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണ്ണ് വെറും ഡേർട്ടല്ല, അത് ജീവിക്കുന്ന സിസ്റ്റമാണ്. ഒരമ്മയുടെ ഗർഭപാത്രം പോലെ ജീവനെ നിശബ്ദമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണത്. കേരളത്തിൻ്റെ ഭാവി വികാര പ്രകടനത്തിലല്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിലല്ല, ഘടന രൂപകൽപ്പന ചെയ്യുന്നതിലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും കർഷകൻ്റെ ഗൗരവം, അവൻ്റെ ഗ്ലാമർ പുനഃസ്ഥാപിക്കുന്നതിലുമാണ്. പ്രോപ്പർ മാർക്കറ്റിംഗ് സിസ്റ്റം ആൻഡ് റീഗെയിനിങ് ദി ഗ്ലാമർ ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. കാരണം കേരളത്തിൻ്റെ ഭാവി നമ്മുടെ കാലിനടിയിൽ ആരംഭിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഐ എം ഡോക്ടർ മാണി സ്കറിയ.